UN സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വത്തിനുള്ള പിന്തുണ UK ആവർത്തിച്ചു വ്യക്തമാക്കി. ന്യൂയോർക്കിൽ നടന്ന UN ജനറൽ അസംബ്ലി പ്ലീനറിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് UK അംബാസിഡർ ആർച്ചി യങ് ആണ് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചത്. ഇന്ത്യയെ കൂടാതെ ആഫ്രിക്ക, ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് UN സ്ഥിര പ്രാതിനിധ്യം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ നേരിടാൻ UN സുരക്ഷാ കൌൺസിലിൽ പരിഷ്കരണം അനിവാര്യമാണെന്നും ആർച്ചി യങ് വ്യക്തമാക്കി. ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവേയ്ക്ക് 2024 ബുക്കർ പുരസ്കാരം. ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലാണ് സാമന്തയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 6 യാത്രികർ ഭൂമിയെ വലം വയ്ക്കുന്ന കഥയാണ് ഓർബിറ്റലിൽ പങ്കുവയ്ക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറിയായി മാർക്കോ റൂബിയോയും ഡിഫൻസ് സെക്രട്ടറിയായി പീറ്റ് ഹെക്സേത്തെയും നാമനിർദ്ദേശം ചെയ്ത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. CIA ഡയറക്ടറായി റാഡ്ക്ലിഫിനെയും ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനെ എലോൺ മസ്കും വിവേക് രാമസ്വാമിയും നയിക്കും. മുൻ ആർക്കൻസാസ് ഗവർണർ മൈക്ക് ഹക്കബിയെ ഇസ്രായേലിലെ അംബാസിഡറായും മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക നയതന്ത്ര പ്രതിനിധിയായി സ്റ്റീഫൻ വിറ്റ്കോഫിനെയും ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുത്തു. ബ്യൂണസ് ഐറിസിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ലുഫ്താൻസ വിമാനം അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ യാത്ര ചെയ്യുന്നതിനിടെ ആകാശചുഴിയിൽപ്പെട്ടു. 11 യാത്രക്കാർക്ക് പരിക്കേറ്റതായി എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു. 5 യാത്രക്കാർക്കും 6 ക്രൂ അംഗങ്ങൾക്കും നിസാര പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ലുഫ്താൻസയുടെ ബോയിംഗ് വിമാനത്തിൽ 329 യാത്രക്കാരും 19 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. യമനിൽ മധ്യ അൽബൈദ പ്രവിശ്യയിൽ US നടത്തിയ 2 വ്യത്യസ്ത ഡ്രോൺ ആക്രമണങ്ങളിൽ 10 ഹൂതി പ്രവർത്തകർ കൊല്ലപ്പെട്ടു. അസ്-സൗമ, ദി നയിം പ്രദേശങ്ങളിൽ മൊബൈൽ റോക്കറ്റ് ലോഞ്ചറുകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് യമൻ സർക്കാർ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു.